എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വൈകിട്ട് 7 മണിയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നത് 2 നേരം നനയ്ക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ചെടികളിലാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഈ ചെടികൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് നനച്ചു കൊടുക്കുന്നത്. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇത് നിരീക്ഷിച്ച് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 7 മണിക്ക് നമ്മൾ നനച്ച് ഇതിന് പൊതയെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും പൊത ഇട്ടിട്ടുണ്ട്. ഒരു ചെടി പോലും പൊതയില്ലാത്തതില്ല. പൊതയില്ലാതെ ആയുള്ളതെന്ന് പറയുന്നത് ഈ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങിന് മാത്രമേ പൊത ഇല്ലാതെ ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ചെടികൾക്കും, മാവിനായാലും ബാക്കിയുള്ള പ്ലാവിനായാലും ചിക്കുവിനായാലും എല്ലാത്തിനും പൊത ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലുപ്പമേ ഉള്ളൂ, പക്ഷേ എങ്കിലും നിറച്ച് പൂ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു വേനൽക്കാല സമയത്ത് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യമാണ്, വൈകിട്ട് 7 മണിക്ക് ഒരു നേരമേ ഞാൻ നനയ്ക്കുന്നുള്ളൂ. കാരണം എനിക്കിവിടെ വെള്ളത്തിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട്, മീൻസ് വെള്ളം എനിക്ക് കിട്ടാൻ കുറവാണ്. എൻ്റെ കിണറ്റിൽ വെള്ളം കുറവാണ്. പക്ഷേ ഞാൻ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് വെള്ളം മേടിച്ച് വെച്ചാണ് അടിക്കുന്നത്. മേടിച്ച് വെച്ച് അടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 2 നേരം നനയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിതിന് കണ്ടുപിടിച്ചൊരു സൂത്രമാണ്, വൈകിട്ട് 7 മണിക്കാണ് ഞാൻ നനയ്ക്കുന്നത്. അതായത് വെയിലൊക്കെ പോയി അന്തരീക്ഷം ഒന്ന് ശാന്തമായതിന് ശേഷം ആണ് ഞാൻ നനയ്ക്കുന്നത്. ഈ നനയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കും. എന്നാൽ വലിയൊരു നനയെന്ന് പറയാനുമില്ല. എന്നാൽ അത്യാവശ്യം ചോട് നനയുന്ന പോലെ ചോട്ടിലൊരു കരിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പൊതു ഇട്ടിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം ഒരു തണുപ്പുണ്ട്. ഒരു തരത്തിലുള്ള ഇതൊക്കെ ഡയറക്റ്റ് വെയിലത്ത് നിൽക്കുന്നത്. ഇവിടെ വേറെ മരങ്ങളൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഡയറക്റ്റ് വെയിലത്ത് നിൽക്കുന്ന ചെടികളാണിത്. ഈ ഒരു ആലോവേരയുടെയൊക്കെ ഒരു സ്ട്രെങ്ത് കണ്ടോ, ഇത്രയും കൊടും വെയിലത്തും ഇതൊന്നും വാടാതെ നിൽക്കുന്നത്. ഞാൻ വൈകിട്ട് 7 മണിക്കാണ് നനയ്ക്കുന്നത്. ഈ നനവ് നമുക്ക് പിറ്റേ ദിവസം വരെയും ഈ നനവ് കിട്ടും. ഈ വാഴ കണ്ടോ, നല്ല തേക്കുംതടി പോലെ ഇരിക്കുന്നത്, നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള വാട്ടമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ മുളകളൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും വൈകിട്ട് ഒരു 7 മണിക്ക്, നമ്മുടെ വെയിൽ താഴ്ന്നു കഴിയുന്ന സമയത്ത്, നമ്മുടെ വാഴകളൊന്നും വാടുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഒരു 7 മണി സമയത്ത് നിങ്ങൾ എല്ലാ ചെടികളും നനയ്ക്കുക. ഈ എല്ലാ ചെടികളും നനയ്ക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് എനിക്ക്. പക്ഷേ ഞാനിവിടെ ഈ സൈഡിൽ തന്നെ കപ്പളം വളർന്നു വരുന്നു. ഇത് ഞാൻ കുറ്റിക്കുരുമുളക് വെച്ചേക്കുന്നതാണ്. അതിന് വെയിലേറ് കിട്ടാതെ, അധികം വെയിലടിക്കാതെ, ഇപ്പോഴത്തെ ചൂടറിയാമല്ലോ, വെയിൽ വളരെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നതാണ്. അതിൽ കോഴിയുടെ കൊട്ടയാണ്, അതിട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ബാക്കി ഇതെൻ്റെ നാരകം, ഇത് നമ്മൾ വെള്ളം പിടിഞ്ഞ് ഒഴിക്കുന്ന നാരകമാണ്. ഇതുണ്ട്, ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ, ഒരു തളർച്ചയോ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു നേരമേ ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേര സമയങ്ങളിൽ വെയിൽ ആറിയതിന് ശേഷം എല്ലാ ചെടികളും നന്നായിട്ട് നനച്ചു കൊടുക്കുക. എല്ലാ ചെടികളും വളരെ ഉഷാറായിട്ട് നിൽക്കും. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, വാടിപ്പോകത്തില്ല. ചെടിക്ക് ഒരു നേരത്തെ നന മതിയാവും. രാത്രി മുഴുവൻ തണുപ്പ് കിട്ടും. വെള്ളം വലിച്ചെടുക്കും. അതുപോലെ വളം ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പ്ലാവാണ്. പ്ലാവൊക്കെ വളരെ ഹാപ്പിയായിട്ടാണ് നിൽക്കുന്നത്, ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ വളം ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ രാവിലെ ചെയ്യുക. കഴിവതും രാവിലെ തന്നെ വളം ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഒരുപാട് വെട്ടമാകുന്നതിന് മുമ്പ് ഇളം വെയിലത്ത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ചെടികളെല്ലാം ഹാപ്പിയായിട്ട് വളർന്നോളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.